നമ്മൾ ബാംഗ്ലൂർ വന്ന ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇഡ്ഡലി, വട, ദോശ ഇതൊക്കെ കേട്ടോ. പക്ഷെ എനിക്ക് ഇടയ്ക്കൊരാഗ്രഹം നല്ല ലക്ഷറി ആയിട്ട് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള, ഞാൻ താമസിക്കുന്ന നമ്മുടെ ബൊമ്മനഹള്ളി ബേഗൂർ റോഡാണ്, അതിൻ്റെ അടുത്തുള്ള ഒങ്കസാന്ദ്രയിൽ നമ്മളെ ടെക് ഷോപ്പ് കഫേ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് കഫേയാണ് ബാംഗ്ലൂരിൽ. കാരണം ഇവിടെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നല്ല അടിപൊളി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ നല്ല ചൂട് കോഫി. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഞാൻ ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടമെങ്കിലും വന്നിട്ട് ഇതൊന്ന് കഴിക്കും. കാരണം കഴിച്ചില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഇടയ്ക്ക് നമ്മളെ കോറമംഗൽ ഏരിയ എന്നൊക്കെ നമ്മളെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. അവിടെ ഒരുപാട് ഷോപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം പ്രൈസ് വരുന്നത് 500+ ആണ്. 500 താഴെയുള്ള ഒന്നും കിട്ടൂല കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് വെറും 229 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഇങ്ങോട്ട് എത്തിക്കാനുള്ള മെയിൻ കാരണം. ഇപ്പൊ നിങ്ങൾ ആരെയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇതാ നമ്മുടെ പക്ക ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാ സ്മാഷ് പൊട്ടാറ്റോ, അതുപോലെ തന്നെ ബേക്ക് ബീൻസ്, മഷ്റൂം, ടോസ്റ്റഡ് ബ്രെഡ്, പിന്നെ സോസേജ്, ടോസ്റ്റഡ് ടൊമാറ്റോ, പിന്നെ ഇത് ഇവര് പറഞ്ഞ ഫ്രൈഡ് എഗ് എന്നാട്ടോ. നമ്മളെ നാട്ടിൽ പറയണമെന്നുണ്ടെങ്കിൽ ഡബിൾ ബുൾസൈ. പിന്നെ ഇവര് വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, അതിന്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ അതും അടിപൊളിയാന്ന് അവര് പറഞ്ഞത്. പിന്നെ അതിന്റെ കൂടെ നമ്മളെ സ്വന്തം ബട്ടക്ക, അതായത് വാട്ടർമെലോ, അതും ഉണ്ട് കേട്ടോ. നമ്മൾ ടോസ്റ്റർ ബ്രെഡ് എടുത്തിട്ട് ഇതാ ഈ ബുൾസൈന്റെ കുഞ്ചില്ലേ അത് മുക്കിയിട്ടൊരു കഴിക്കലുണ്ട്. നമ്മുടെ മഷ്റൂം, ഈ ബ്രെഡ് നമ്മൾ മാഷ് പൊട്ടാറ്റോയിലും അതുപോലെ തന്നെ ബേക്ക് ബീൻസും കൂടി എടുത്തിട്ട്, ഇത് ഇംഗ്ലീഷുകാരെ എങ്ങനെയാണ് കഴിക്കലെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചോലുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. പിന്നെ ഇനി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരേണ്ട ഒരു ഷോപ്പാണ്. നമ്മൾ ഒങ്സാന്ദ്ര ഡിമാർട്ടിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്, ടെക് ഷോപ്പ് കഫേന്ന്. ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവർ സ്വിഗ്ഗി സൊമാറ്റോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും ഇതേ റേറ്റ് തന്നെ സ്വിഗ്ഗി സൊമാറ്റോയിലും വരുന്നത്. അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ളവർ ബൊമ്മനഹള്ളി, ബേഗൂർ റോഡ് ഇവിടെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്തൊന്ന് കഴിച്ചു നോക്കി. കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം പറയാം. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, ഞാൻ ആ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ എനിക്ക് ഒരു സാധനം കൂടി കൊടുന്നേ, നിങ്ങളിതൊന്ന് പ്രൊമോട്ട് ചെയ്തോളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞത് ഡയറ്റ് ചിക്കൻ എന്നാട്ടോ. അതായത് ജിമ്മിന് പോകുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചിക്കൻ എന്നാണ് പറഞ്ഞത്. ഇതിൽ ഓയിലോ കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരു ഇതും ഇല്ല, ഒരു ബട്ടർ മാത്രമാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ഹെർബ്സ് ഇല്ല, നമ്മൾ ഒറിഗാനോ പോലത്തെ കുറച്ച് ലീവ്സും ചിക്കനും ബട്ടറും കൂടി ചേർത്തുള്ള ഒരു വെറൈറ്റി ഡിഷാട്ടോ. അത് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.